അങ്ങനെ ADGP അജിത് കുമാറിന് സസ്പെൻഷൻ ആകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അത് മെമ്മോയിൽ നിൽക്കുമോ, വിശദീകരണത്തിൽ നിൽക്കുമോ, സസ്പെൻഷനിലേക്ക് പോകുമോ എന്ന് മാത്രമേ ചർച്ചയുള്ളൂ. എന്തായാലും അദ്ദേഹം കുറ്റക്കാരനാണ്, റിപ്പോർട്ട് പൂഴ്ത്തി എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഇതിനകത്തൊരു രസകരമായ കാര്യം, പോലീസ് ആസ്ഥാനത്തെ DGPയുടെ ഓഫീസിലും പോലീസ് ആസ്ഥാനത്തും പോലീസ് സേനയിലുമുള്ള കുടിപ്പകയുടെയും പരസ്പരം പോരിൻ്റെയും ഒക്കെ ബാക്കിപത്രം കൂടിയാണ്. അജിത് കുമാർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിനപ്പുറം പരസ്പരം പാര വയ്ക്കാൻ, അടിക്കാൻ, ഒരാളിനെ ശത്രുപക്ഷത്ത് നിർത്തി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വലിയ ഉത്സാഹമാണ്. അത് നേരത്തെ വിജയനെ സസ്പെൻഡ് ചെയ്യിക്കുന്നതിലും ഈ അജിത് കുമാർ അടക്കമുള്ളവരുള്ളതായിട്ടാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ. വിജയൻ എന്ന് പറയുന്ന ഇന്നത്തെ ADGP ആയി ശബരിമലയിലെ ചീഫ് പോലീസ് ഓഫീസറായിരിക്കുന്ന പുണ്യം പൂങ്കാവന പദ്ധതിയുടെ ഉപജ്ഞാതാവായിട്ടുള്ള SPCയുടെ സ്റ്റുഡൻസ് പോലീസ് കഡക്റ്റിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള വിജയൻ IPSനെ കുരുക്കിയതും അദ്ദേഹത്തെ സസ്പെൻഷനിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ കരുക്കളും നീക്കിയത് ADGP അജിത്താണ് എന്നുള്ളൊരു വാർത്ത അന്ന് വളരെ നല്ല രീതിയിൽ ഏറിൽ കടന്നു. അന്നും കുടിപ്പകയാണ്. അപ്പോൾ ഈ കുടിപ്പകയുടെ ഒരു വലിയ ബാക്കിപത്രമാണ് പോലീസ് സേനയിൽ ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അജിത് കുമാറിന് വരെ നടപടി വരാനുള്ള എല്ലാ സാധ്യതയുമാണുള്ളത്. അദ്ദേഹം റിപ്പോർട്ട് പൂഴ്ത്തി പിണറായിക്ക് വേണ്ടി അവസാന കാലത്ത് അജിത്തിന് സംഭവിച്ചത്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാല നാളുകളിൽ വല്ലാതെ വിധേയത്വം കാണിക്കുകയും പിണറായി വിജയൻ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയും എല്ലാ തെറ്റുകൾക്കും തിന്മകൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്തു. അത് ശരിയല്ല എന്ന് PV അൻവറിനെ പോലെയുള്ളവർ പറഞ്ഞിട്ടും അജിത് കുമാർ കേട്ടില്ല. പിന്നെ വേറെ അജിത് കുമാറിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നം, കേരളത്തിൽ സരിത കേസ് വന്നു. അപ്പോൾ സരിതയും അജിത് കുമാറിനെ വിളിച്ചിട്ടുണ്ട്. സരിത കേസിൽ അജിത് കുമാർ ഒരു ഭാഗത്ത് കക്ഷിയാണ്. ശരിയോ തെറ്റോ, കേസിൽ പ്രതിയല്ല, പക്ഷേ കക്ഷിയാണ്. അദ്ദേഹത്തിനും എല്ലാം അറിയാം, അദ്ദേഹത്തെ വിളിക്കുന്നു, എല്ലാ കാര്യവും. സ്വപ്നയുടെ കേസിലും അജിത് കുമാറിനെ വിളിക്കുന്നു. അജിത് കുമാറിന് അറിയാം സ്വപ്നയെ സുരക്ഷിതമായി വാളയാർ കടത്തി വിട്ടതിൽ വലിയ പങ്ക് അജിത് കുമാറിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇത്തരത്തിലുള്ള അവിഹിതമായ അല്ലെങ്കിൽ അശ്ലീലമായ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളിലൊക്കെ ഒരു വശത്ത് അജിത് കുമാർ കൂടി ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിന് രക്ഷപ്പെടൽ അത്ര എളുപ്പമല്ല. പൊതുസമൂഹത്തിൽ വലിയ അവജ്ഞയുള്ള ഒരു പേരായി അജിത് കുമാറിൻ്റെ പേര് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ PV അൻവർ വലിയ ആക്ഷേപമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതും പ്രചരിപ്പിച്ചതും. ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം, പക്ഷേ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കുറിച്ച് ഇത്രമാത്രം ആക്ഷേപം പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. വീട് വെപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടായ പ്രശ്നങ്ങൾ, വീട് വെപ്പ് ഇതുവരെ പൂർത്തിയായിട്ടില്ല, അതിൻ്റെ അനുബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ സമ്പൂർണ്ണമായി അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ആവാനായല്ലോ, ഇനിയിപ്പോൾ വളരെ കുറച്ച് കാലമല്ലേ ഉണ്ടാവുള്ളൂ, 2-3 വർഷത്തിനകത്ത് താഴേക്കകത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 60 വയസ്സാണല്ലോ റിട്ടയർ ആവാൻ, ഏകദേശം അതിനടുത്തായല്ലോ. അപ്പോഴും DGP ആകാൻ പറ്റുന്നില്ല. ഡയറക്റ്റ് DGP ആകാം എന്ന് വിചാരിച്ച് എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് DGP ആകാം എന്ന് വിചാരിച്ചാണ് പിണറായിക്ക് വേണ്ടി വിടുപണി ചെയ്തത്. പിണറായി ആരാ മകൻ, അവർ അദ്ദേഹത്തിന് നിൽക്കുമ്പോൾ നിൽക്കും, കളയുമ്പം കളയും എന്നുള്ളതിലെ രാഷ്ട്രീയക്കാർ. എന്തായാലും അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ VD സതീശൻ രക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. രമേശ് ചെന്നിത്തല നടപടിയെടുക്കാനാണ്, അജിത്തിനെതിരെ നടപടിയെടുക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സസ്പെൻഷനിലേക്ക് കൂടെ പോയാൽ DGP സ്ഥാനം പ്രശ്നമാകുമോ, ADGP ആയി തന്നെ റിട്ടയർ ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോ DGP സ്ഥാനത്തേക്ക് കയറുമോ, ഇനി അങ്ങനെ കയറിയാൽ അത് ആ സ്ഥാനം നിലനിർത്താൻ പറ്റുമോ, എത്ര കാലമാണ് ഇങ്ങനെ ഇരിക്കാൻ കഴിയുക? എന്തായാലും വലിയ കേസാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കേസിൻ്റെ ഒരു വശത്തുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ്, MLA ആണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് VD സതീശന് രാഷ്ട്രീയമായി ഈ കേസ് ഒതുക്കി തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭൂതനായിട്ടുള്ള പിണറായി വിജയൻ്റെ ബസ്സിന് കുറുകെ ചെറുപ്പക്കാർ ആലപ്പുഴയിൽ എടുത്ത് ചാടി അവരെ ചട്ടി കൊണ്ടും തൊപ്പി കൊണ്ടും കൈകൊണ്ടും ലാത്തി കൊണ്ടുമൊക്കെ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് രക്ഷാപ്രവർത്തനം നടത്തി ഗൺമാൻമാർ തല്ലി എന്നുള്ളതാണ് കേസ്. ഗൺമാൻമാർ തല്ലിയത് രക്ഷാപ്രവർത്തനമാണെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ആ രക്ഷാപ്രവർത്തനം നടത്താൻ ഉള്ള സാഹചര്യമോ അല്ലെങ്കിൽ അനുവാദമോ ഗൺമാൻമാർക്കില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷണം. അപ്പോൾ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം അജിത് കുമാർ തിരുത്തി എന്നുള്ളതാണ് ആക്ഷേപം. അപ്പോൾ വലിയ ഒരു ആക്ഷേപമാണ് അജിത്തിനെതിരെ ഉള്ളത്. അതിൻ്റെ നടപടി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ ഇന്നോ നാളെയോ DGP
റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയേക്കാം. കൈമാറൽ ഉടൻ തന്നെ നടപടി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അജിത് കുമാർ സസ്പെൻഷനിലേക്ക് പോയാലും അത്ഭുതമില്ല. അങ്ങനെയാണെങ്കിൽ കാലത്തിൻ്റെ കാവ്യനിധി പോലെ നേരത്തെ വിജയനെ സസ്പെൻഡ് ചെയ്തു, അതേ സർക്കിൾ കറങ്ങി വരുന്നു. ഇപ്പോൾ അജിത്ത് സസ്പെൻഷനിലാവുന്നു. ഇനിയും എത്ര പേർ, എത്ര തലകൾ ഉരുളും, എത്ര പേർ ഇതിനു വേണ്ടി ബഹളമുണ്ടാക്കും? ഈ കുടിപ്പക എന്ന് അവസാനിക്കും?